നീറ്റ് അതുപോലെ തന്നെ JEE എക്സാംസ് വളരെ സീരിയസ് ആയിട്ട് നോക്കുന്ന എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ. സോ നിങ്ങളിത് കംപ്ലീറ്റ് ആയിട്ട് കാണാം മക്കളെ. അപ്പോൾ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ എക്സാം വിന്നർ നീറ്റ് അതുപോലെ തന്നെ JEE ആസ്പിരൻസിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് പ്രീ നീറ്റ് ആൻഡ് പ്രീ JEE എക്സാംസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പോവാണ് അല്ലേ. അപ്പം നിങ്ങൾക്ക് ഇപ്പോഴും അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് മക്കളുണ്ടാവും. അപ്പം നിങ്ങൾക്ക് ഈ ഒരു എക്സാമിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് മിസ് ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. ആൻഡ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റിൽ ചെറിയ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്, നിങ്ങളുടെ ഡേറ്റ്സ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ മിസ് പറയുകയാണ്. അപ്പോൾ ഏത് ദിവസം വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് മിസ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരുന്നതായിരിക്കും. സോ ഇത് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രീ നീറ്റ് ആൻഡ് പ്രീ JEE എക്സാംസ് +1 സ്റ്റുഡൻസിനാണെങ്കിൽ നമ്മൾ 2 എക്സാംസ് നടത്തുന്നുണ്ട്. പ്രീ നീറ്റും ഉണ്ട്, പ്രീ JEE എക്സാംസും ഉണ്ട്. അതുപോലെ തന്നെ +2 സ്റ്റുഡൻസിന് നോക്കുകയാണെങ്കിൽ നമ്മൾ പ്രീ നീറ്റ് എക്സാമാണ് നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ phase 1 എക്സാം ആണ് ഇതാ ഇപ്പോൾ നടക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഓക്കെ, ആൻഡ് മക്കളെ പ്രീ നീറ്റ് എക്സാമിൻ്റെ സിലബസ് ആണ് ഇനി മിസ് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, അപ്പോൾ നിങ്ങളുണ്ടാവില്ല ഇപ്പോൾ നമ്മൾ പകുതി ആയിട്ടുള്ളൂ, ഓണം എക്സാം ആയിട്ടേ ഉള്ളൂ, അപ്പം ഈ പ്രീ നീറ്റ് പ്രീ JEE എക്സാമിന് ഫുള്ളായിട്ടുള്ള സിലബസ് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഓണം എക്സാംസിന് എത്ര പോർഷൻസ് ആണോ പഠിക്കുന്നത് അത്രയും പോർഷൻസ് ആണ് നിങ്ങളുടെ ഈ ഒരു പ്രീ നീറ്റ് പ്രീ JEE എക്സാംസിനുള്ള സിലബസ് എന്ന് പറയുന്നത്. റെഡി ആണല്ലോ? അപ്പോൾ +1 സ്റ്റുഡൻസിനാണെങ്കിൽ നിങ്ങളുടെ ഓണം എക്സാംസ് വരെയുള്ള ചാപ്റ്റേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. അതേപോലെ തന്നെ +2 ആണെന്നുണ്ടെങ്കിൽ +2 ചാപ്റ്റേഴ്സ് ഓണം എക്സാമിന് എത്രയാണുള്ളത് അത്രയും ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് വരേണ്ടത്. റെഡി? അപ്പോൾ ഇതാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത്. ഇനി +1ൻ്റെ പ്രീ നീറ്റ് സിലബസ് ആണ് മിസ് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. ഓരോ സബ്ജക്റ്റിൽ നിന്നും എത്ര ചാപ്റ്റേഴ്സിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരികയെന്ന് നിങ്ങൾ അറിയണം അല്ലേ. അപ്പോൾ ഫിസിക്സിൽ നോക്കുകയാണെങ്കിൽ 4 ചാപ്റ്റേഴ്സ് ആണുള്ളത്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഇതാണ് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, മോഷൻ ഇൻ എ പ്ലെയിൻ ആൻഡ് ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന 4 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ഇനി കെമിസ്ട്രിയിൽ വരികയാണെങ്കിൽ സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി, അതുപോലെ തന്നെ സ്ട്രക്ചർ ഓഫ് ആറ്റം ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന 3 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. ഇനി നിങ്ങൾ എന്തിലേക്ക് നോക്കുകയാണ്, ബയോളജിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൊത്തം 6 ചാപ്റ്റേഴ്സ് ആണ് മക്കളെ വരുന്നത്. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, അതുപോലെ തന്നെ പ്ലാന്റ് കിങ്ഡം, ദെൻ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്നതാണ് ബോട്ടണിയിൽ വരുന്നത്. ദെൻ ദ ലിവിംഗ് വേൾഡ്, അനിമൽ കിങ്ഡം, സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ അനിമൽസ് എന്ന് പറയുന്ന ഈ 6 ചാപ്റ്റേഴ്സ് ആണ് ബയോളജിയിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇനി പ്രീ JEE എക്സാമിലേക്ക് നോക്കുകയാണെങ്കിലോ സെയിം തന്നെയാണ്. ഫിസിക്സിലും കെമിസ്ട്രിയിലും നിങ്ങൾക്ക് വ്യത്യാസമില്ല. മെഷർമെൻറ്റ്സ് ആൻഡ് യൂണിറ്റ്സ് ഇത് തന്നെയാണ്, സെയിം ആയിട്ടുള്ള സിലബസ് തന്നെയാണ്. ഇവിടെ നിങ്ങൾക്ക് മാറ്റം വരിക, ബയോളജിക്ക് പകരം ഇവിടെ എന്താണ് നമ്മുടെ മാത്സ് ആണ് വരുന്നത് അല്ലേ. അപ്പം മാത്തമാറ്റിക്സ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് സെറ്റ്സ് എക്സാം ഉണ്ട്, അതുപോലെ തന്നെ റിലേഷൻ ആൻഡ് ഫംഗ്ഷൻസ് എക്സാമിനുണ്ട്, ദെൻ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് എക്സാമിനുണ്ട്, കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്ന് പറയുന്ന ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് നിങ്ങളുടെ എക്സാമിന് വരുന്നത്. ക്ലിയർ? സെറ്റാണല്ലോ. ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രീ നീറ്റ് ആൻഡ് പ്രീ JEE എക്സാംസിന് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് നമ്മൾ ചെറുതായിട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം 20-ാം തീയതി വരെയായിരുന്നു നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഡേറ്റ് അല്ലേ. അപ്പോൾ അത് മാറ്റിയിട്ട് ഇപ്പോൾ 30-ാം തീയതി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ 30-ാം തീയതി വരെ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മന്ത് ലാസ്റ്റ് വരെ ഉണ്ട്, കാരണം ഒരുപാട് അപ്ലിക്കൻസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പല ആൾക്കാർക്കും അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് തരണം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെയാണ് നമ്മളിത് കൂട്ടിയിട്ടുള്ളത്. ആൻഡ് ഓൾസോ ഒരുപാട് എൻട്രീസ് വരുന്നതുകൊണ്ട് നമ്മളുടെ സെൻറ്റേഴ്സും അതിനനുസരിച്ച് കൂട്ടാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 19-ാം തീയതി വരെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 100 rupees ആയിരുന്നു നമ്മുടെ രജിസ്ട്രേഷൻ ഫീ അല്ലേ. പക്ഷേ 20th ശേഷം, അതായത് 19-ാം തീയതി വരെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓഗസ്റ്റ് 19 വരെ നിങ്ങൾക്ക് എന്താ 100 രൂപ കൊടുത്താൽ മതി രജിസ്ട്രേഷൻ ഫീസായിട്ട്. പക്ഷേ 19-ാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ 150 രൂപയായിരിക്കും നമ്മുടെ രജിസ്ട്രേഷൻ ഫീസ് വരുന്നുണ്ടാവുക കേട്ടോ. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമുക്ക് എന്ത് കൂട്ടേണ്ടതുണ്ട്, അഡ്മിഷൻ സെൻറ്റേഴ്സ്, അതായത് നിങ്ങളുടെ എക്സാം സെൻറ്റേഴ്സ് കൂട്ടേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഫീസ് 19-ാം തീയതി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ നേരത്തെ തന്നെ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് മിസ്സിന് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ ഓഗസ്റ്റ് 20-ന് ശേഷമാണെന്നുണ്ടെങ്കിൽ 150 rupees ആയിരിക്കും ഫീസ്. ഓക്കെ, അപ്പോൾ +1ൻ്റെ കാര്യം സെറ്റായി. ഇനി നമ്മുടെ +2 നീറ്റ് സിലബസും കൂടെ നമ്മൾ അറിയേണ്ടതുണ്ട് അല്ലേ. ഇനി നമ്മുടെ +2ൻ്റെ സിലബസ് ആണ് മിസ് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. ഫിസിക്സിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 ചാപ്റ്റേഴ്സ് ആണ് മക്കളെ ഉള്ളത്. ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്, അതുപോലെ തന്നെ കറണ്ട്, ഇലക്ട്രിസിറ്റി, മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. ഇനി കെമിസ്ട്രിയിലേക്ക് വരികയാണെങ്കിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ്, സൊല്യൂഷൻസ് ഉണ്ട്, ഇലക്ട്രോ കെമിസ്ട്രി ഉണ്ട്, കെമിക്കൽ കൈനറ്റിക്സ് ഉണ്ട്, ആൻഡ് D and F ബ്ലോക്ക് എലമെൻറ്റ്സ് ഉണ്ട്. ഇനി
ബയോളജിയിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് മൊത്തം 5 ചാപ്റ്റേഴ്സ് ആണ്. ബയോളജിയിൽ നിന്ന്, അതായത് ബോട്ടണിയിൽ നിന്ന് 2 എണ്ണമാണ് വരുന്നത്, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്, അതുപോലെ തന്നെ ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് എന്താണ് പ്രോസസ്സസ് ആണ്. ദെൻ സുവോളജിയിലേക്ക് വരികയാണെങ്കിൽ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ, റിപ്രൊഡക്റ്റീവ് ഹെൽത്ത് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആണ് ചാപ്റ്റർ നിങ്ങൾക്ക് എക്സാമിന് വേണ്ടി, അതായത് പ്രീ നീറ്റ് എക്സാമിൻ്റെ സിലബസ് എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ ഓണം എക്സാമിന് നിങ്ങൾക്ക് എത്ര ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്, അത്രയും ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടാവുക. ക്ലിയർ ആണല്ലോ. ഇനി എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരാമെന്നാണ് മിസ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ പ്രീ നീറ്റിൻ്റെ മാർക്കിംഗ് സ്കീമാണ് മിസ് പറഞ്ഞു തരുന്നത്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓരോ സബ്ജക്ട്സിനും, അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി ആൻഡ് സുവോളജി അല്ലേ, ഈ 4 എണ്ണത്തിനും നിങ്ങൾക്ക് ഈക്വലി ആണ് മാർക്സ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. നോക്കിക്കേ, ഫിസിക്സ് ആണെങ്കിൽ നമുക്ക് സെക്ഷൻ എ, സെക്ഷൻ ബി ഉണ്ട്. സെക്ഷൻ എയിൽ 35 ക്വസ്റ്റ്യൻസ്, സെക്ഷൻ ബിയിൽ 15 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ആൻഡ് കെമിസ്ട്രിയിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്ഷൻ എയിൽ 35 ആണുള്ളത്, സെക്ഷൻ ബിയിൽ എത്രയാണ് 15 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ആൻഡ് ബോട്ടണി നോക്കുകയാണെങ്കിലും സെയിം തന്നെയാണ്, 35, 15, 35, 15 ആണ് ഉണ്ടാവുക കേട്ടോ. ഇനി നിങ്ങൾക്ക് അറിയാം ഓരോന്നിനും എത്ര മാർക്സ് വീതമാണ്, 4 മാർക്കാണ് ഉണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കുക. ഓരോ ക്വസ്റ്റിനും 4 മാർക്കാണ്. അപ്പോൾ സെക്ഷൻ എയിൽ നിന്നും നിങ്ങൾക്ക് ടോട്ടൽ 140 മാർക്സ് ആണ് കിട്ടുക. ആൻഡ് സെക്ഷൻ ബിയിൽ നിന്നും നിങ്ങൾക്ക് 40 മാർക്സ് ആണ് കിട്ടുക. റെഡി? അപ്പോൾ എല്ലാം അതേപോലെ തന്നെയാണ്. സെക്ഷൻ എ 140 മാർക്സ് ആൻഡ് സെക്ഷൻ 2 40 മാർക്സ് ആണ്. ആൻഡ് നിങ്ങൾക്ക് അവസാനം ടോട്ടലി 720 മാർക്സിനായിരിക്കും നമ്മളുടെ എക്സാംസ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ 720-ൽ ഏറ്റവും അടിപൊളി മാർക്ക് കിട്ടുന്ന ആൾക്കാരായിരിക്കും നമ്മുടെ വിന്നേഴ്സ് ആവുന്നത് നമ്മുടെ പ്രീ നീറ്റിൻ്റെ എക്സാമിന്. ഇനി പ്രീ JEE എക്സാമിലേക്ക് പോവുകയാണെങ്കിൽ മക്കളെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവിടെ സെക്ഷൻ എ, സെക്ഷൻ ബി ഉണ്ട്. സെക്ഷൻ എ മൾട്ടിപ്പിൾ ചോയ്സ് ആയിരിക്കും, പക്ഷേ സെക്ഷൻ ബി എന്ന് പറയുന്നത് ന്യൂമറിക്കൽസ് ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. ഇനി സെക്ഷൻ എയിൽ നോക്കുകയാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൽ 20 ക്വസ്റ്റ്യൻസ് തന്നെയാണ്. നിങ്ങൾ 20 ക്വസ്റ്റ്യൻസും അറ്റംപ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഇനി സെക്ഷൻ ബിയിലേക്ക് വരികയാണെങ്കിൽ ന്യൂമറിക്കൽസ് ആണ്. 10 വീതം ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക, പക്ഷേ നിങ്ങളതിൽ 5 ക്വസ്റ്റ്യൻസ് വീതം അറ്റൻഡ് ചെയ്താൽ മതി. സോ ടോട്ടൽ ഓരോ സബ്ജക്റ്റിൽ നിന്നും നിങ്ങൾക്ക് 100 മാർക്സ് ആണ് ഉണ്ടാവുക. അപ്പോൾ മൊത്തം 300 മാർക്സിനായിരിക്കും ക്വസ്റ്റ്യൻസ്. അപ്പോൾ ആ 300 മാർക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, അറ്റംപ്റ്റ് ചെയ്യുക. ആ 300-ൽ ആരാണോ ടോപ്പായിട്ട് വരുന്നത് അവരായിരിക്കും വിന്നേഴ്സ്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ വിന്നേഴ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിന്നേഴ്സിന് എന്താണ് കിട്ടാൻ പോകുന്നത്? അപ്പോൾ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ വേണ്ടേ പ്രീ നീറ്റ്, പ്രീ JEE എക്സാം ഒക്കെ എഴുതാൻ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് 10 പേർക്ക്, അതായത് +1-നും +2-ൽ നിന്നും 5 പേരെ വെച്ച് 10 പേർക്ക് നമ്മൾ 10,000 rupees ക്യാഷ് പ്രൈസ് ആണ് കൊടുക്കുന്നത്. ആൻഡ് ടോപ്പ് 50 സ്റ്റുഡൻസിന് നമ്മുടെ എക്സാം വിന്നറിൻ്റെ ബാച്ചസിൽ 50% സ്കോളർഷിപ്പോട് കൂടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പം ഇതൊരു വലിയ കാര്യമാണല്ലേ. അപ്പോൾ ഓണം എക്സാമിൻ്റെ പോർഷൻസ് വരെ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ നന്നായിട്ട് ട്രൈ ചെയ്യുക, വേഗം തന്നെ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ഇനി എക്സാം നടക്കുന്ന എന്നാണെന്ന് പറഞ്ഞുതരാം. 2024, അതായത് നെക്സ്റ്റ് മന്ത് ആണ് കേട്ടോ. സെപ്റ്റംബർ 22 സൺഡേ ആണ് നമ്മുടെ എക്സാം വരുന്നത്. ഇനി നോക്കുക, പ്രീ JEE ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം +1-കാർക്ക് മാത്രമാണുള്ളത്. ഇവർക്ക് രാവിലെയാണ് എക്സാം, 10 AM to 1 PM ആണ്. അവർക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള എക്സാം ആണ്. ഇനി +2 ആൻഡ് +1 OMR ബേസ്ഡ് ആയിട്ടുള്ള എക്സാം ആണ്. +2 നീറ്റും അതുപോലെ തന്നെ +1 നീറ്റിൻ്റെയും ഈ പ്രീ നീറ്റ് എക്സാംസ് നടക്കുന്നത് 2 മണി മുതൽ 5:20 വരെയാണ് കേട്ടോ. ഉച്ചയ്ക്ക് ശേഷമാണ് എക്സാം. 2 PM തൊട്ടിട്ട് 5:20 PM വരെയാണ് ഉണ്ടാവുക. അത് OMR ബേസ്ഡ് ആണ് എക്സാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് എത്രയാണെന്ന് മിസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഓഗസ്റ്റ് 20 ആയിരുന്നു, പക്ഷെ അത് എക്സ്റ്റെൻഡ് ചെയ്ത് ഓഗസ്റ്റ് 30 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റും. ആൻഡ് 19-ാം തീയതി വരെ നിങ്ങൾക്ക് 100 rupeesന് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. 19-ാം തീയതിക്ക് ശേഷം നിങ്ങൾ എത്രയാണ്, 150 rupees ആയിരിക്കും നിങ്ങളുടെ അഡ്മിഷൻ ഫീസ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഈ ഒരു രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറയുന്നത് എക്സാം എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടിപൊളിയായിട്ട്, അതായത് നിങ്ങൾ സീരിയസ് ആയിട്ട് നീറ്റിനും JEEക്കും പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു അവസരമായിരിക്കും. എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക, എങ്ങനെയാണ് ഒരു എക്സാം അറ്റ്മോസ്ഫിയർ ഉണ്ടായിരിക്കുക എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ചാൻസ് ആണ്. അപ്പോൾ അത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് മിസ്സിന് പറയാനുള്ളത്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് നല്ലൊരു സ്കോളർഷിപ്പ് എമൗണ്ട് കൂടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പഠിക്കുക അല്ലേ. ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും 4-5 ചാപ്റ്റേഴ്സ് മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. ആൻഡ് എൻ്റെ കുട്ടികൾക്ക് നിങ്ങൾ നന്നായിട്ട് പഠിച്ച് ഈ സ്കോളർഷിപ്പിന് അർഹരാവാൻ പറ്റട്ടെ എന്ന് മിസ് ആശംസിക്കുന്നു. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക, സമയമുണ്ട്, വേഗം തന്നെ രജിസ്ട്രേഷൻ ഉറപ്പാക്കുക. ആൻഡ് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഉടനെ തന്നെ രജിസ്റ്റർ ചെയ്യുക. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.